ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യാഷിദ്യം വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്റെ പേര് ധന്യാഷിജിൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം തീർച്ചയായും നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ദിയ കൃഷ്ണയെ കുറിച്ചാണ്. ദിയ കൃഷ്ണയെ അറിയാത്തവർ റെയർ ആയിരിക്കും. ഒരുപാട് തവണ ഒരുപാട് കോൺട്രവേഴ്സികൾ കൊണ്ട് എയറിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ദിയ കൃഷ്ണ. ഇവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഓൺലൈൻ ജ്വല്ലറി ഷോപ്പിംഗ് പേജ് ആയിട്ടുള്ള OBYOC എന്ന് പറയുന്നത്. ഈ ഒരു പേജില് ചില കസ്റ്റമേഴ്സ് ഒക്കെ അവർക്ക് സ്കാം അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് തവണ ദിയ കൃഷ്ണയുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിയാക്ഷൻ വ്ളോഗേഴ്സ് സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ സ്കാമിനെ പറ്റി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ദിയ കൃഷ്ണ. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇവരെ കുറിച്ച് സംസാരിക്കാനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല, അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2.3 മില്യണിലധികം വ്യൂസ് പോയിട്ടുള്ള ഒരു വീഡിയോയാണത്. ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് ദിയ കൃഷ്ണ അവരുടെ 3rd മന്തിലെ സ്കാനിങ് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ചെയ്തിട്ടുള്ള ഒരു സ്കാനിങ് വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു സ്കാനിങ് വീഡിയോ അല്ലെങ്കിൽ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള സ്കാനിങ് വീഡിയോസോ ഫോട്ടോസോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യാൻ പെർമിഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ലീഗൽ സൈഡ് ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ദിയ കൃഷ്ണയെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒരുപാട് വീഡിയോസ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പേഴ്സണലി ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ തീർച്ചയായും നമുക്ക് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു രാജ്യത്ത് ഒരിക്കലും അത് അനുവദിച്ചിട്ടില്ല. കാരണം ഈ ഒരു സ്കാനിങ് വീഡിയോയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോസോ ഒന്നും തന്നെ ഒരു ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇല്ല. അതായത് നമ്മുടെ 1994 ഒരു റൂള് വന്നിട്ടുണ്ടായിരുന്നു, ഗവൺമെന്റ് ഒരു ഓർഡർ ആയിരുന്നു. അതായത് PCPNDT ആക്ട് എന്ന് പറയുന്നത് പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നാറ്റൽ ഡയഗ്നോസിസ് ടെക്നിക്സ് ആക്ട് എന്നുള്ളതാണ് ഈ ഒരു ആക്ടിന്റെ പേര്. നമ്മുടെ ലിംഗനിർണയം, അതായത് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഏകദേശം നമുക്ക് 3rd മന്ത് മുതൽ തന്നെ ഈ കുഞ്ഞിന്റെ ആ ഒരു വളർച്ച അത് നമുക്ക് അറിയാനായിട്ട് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്കത് ക്ലിയർ ആയിട്ട് കാണില്ല എന്നുണ്ടെങ്കിലും വ്യക്തമായിട്ടും ഏത് കുഞ്ഞാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഇരിക്കെ ഒരിക്കലും ലിംഗനിർണയം പാടില്ല, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് നമ്മുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നുള്ളതിനെ പറ്റി ഡയഗ്നോസ് ചെയ്യാൻ പാടില്ല. അത് ഐഡന്റിഫിക്കേഷൻ നടത്താനുള്ള ഒരു ടെസ്റ്റുകളും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഗവൺമെന്റിന്റെ റൂള് ഉണ്ട്. അതിനു മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ലിംഗനിർണയം നടത്തുന്നത് വഴി പെൺകുട്ടിയാണ് എന്ന് അറിയുന്ന സമയത്ത് പെൺകുട്ടികളെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അബോർട്ട് ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉള്ളതിന്റെ അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് ഗവൺമെന്റ് ഇത്തരത്തിലൊരു റൂള് കൊണ്ടുവന്നത്. ഫോഴ്സ്ഫുള്ളി ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് നിയമപരമായിട്ട് കുറ്റകൃത്യമാണ് എന്നുള്ളൊരു നിയമം 1994 ഗവൺമെന്റ് കൊണ്ടുവരികയാണ്. അതിനുശേഷം നമുക്ക് കുഞ്ഞുങ്ങളുടെ ആ ഒരു ഐഡന്റിഫിക്കേഷൻ നടത്താൻ പാടില്ല. അങ്ങനെ ഇരിക്കെ ഇതിപ്പോ ദിയ കൃഷ്ണ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരിക്കലും ലിംഗനിർണയം അല്ല. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് 2-3 ഗൈനക്കോളജിസ്റ്റുകൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവർ പറയുന്നത് തീർച്ചയായും ഇത് നിയമപരമായിട്ട് ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതിൽ ഒരുപാട് നിയമവശങ്ങളുണ്ട്. അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടും മനഃപൂർവ്വം ഇത്തരത്തിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ദിയ കൃഷ്ണയ്ക്ക് നേരെ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ദിയ കൃഷ്ണ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. പേഴ്സണലി ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് നമുക്ക് ഇത്തരത്തിലുള്ള ലീഗലി നിയമപരമായിട്ട് ഒരിക്കലും ഇതിനുള്ള ഒരു സാങ്ഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെർമിഷൻ ഒന്നും തന്നെ ഇല്ല. ഇത് നിയമപരമായി നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ കൺസേൺഡ് അതോറിറ്റീസ് അതുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ദിയ കൃഷ്ണയ്ക്ക് നിയമപരമായിട്ട് അതിന്റെ ശിക്ഷകളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് കൺസേൺഡ് അതോറിറ്റീസ് ആരും തന്നെ ഇപ്പോൾ അതിനെക്കുറിച്ച് കംപ്ലൈന്റ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഒരു നിമിഷം വരെ ഈ ഒരു വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള അപ്ഡേറ്റും വന്നിട്ടില്ല. പക്ഷേ ഇതൊരു നിയമപരമായി വളരെയധികം കുറ്റകൃത്യം തന്നെയാണ്. ഇത്രയും ദിയ കൃഷ്ണയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, അവർക്ക് ഒരുപാട് ദിയ കൃഷ്ണയുടെ അച്ഛനൊക്കെ നടൻ കൃഷ്ണകുമാർ, അദ്ദേഹത്തിനൊക്കെ ഒരുപക്ഷെ ഈ ഒരു വീഡിയോയെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അത് ഈ ഒരു സ്കാനിങ് വീഡിയോ അതിനകത്ത് ഉൾപ്പെട്ടിട്ടും അതിനെക്കുറിച്ച് അത് റിമൂവ് ചെയ്യാത്തത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് യാതൊന്നും അറിയാത്തത് കൊണ്ടാണോ അറിഞ്ഞിട്ടാണോ ഇത് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇത് നിയമപരമായ കുറ്റകൃത്യം തന്നെയാണ്.